സാധാരണഗതിയിൽ നമ്മളൊക്കെ പേടിച്ചിട്ടാണ് ഇൻഡക്ഷൻ കുക്കർ ആയാലും എ സി ഒക്കെ ഓൺ ചെയ്യുക. എ സി ഒക്കെ മേടിച്ച് വെക്കും, വലിയ പൈസ കൊടുത്തിട്ട് എ സി മേടിക്കും, ബെഡ്റൂമിൽ സ്റ്റോയ്ക്ക് വെക്കും. വെച്ച് കഴിഞ്ഞാൽ രാത്രിയിൽ 1 മണിക്കൂർ 1.5 മണിക്കൂർ കഴിയുമ്പോൾ അതോഫാക്കി എന്ന് പറയില്ലേ, പറയാറുണ്ട്. അപ്പൊ അങ്ങനെ പറയുന്നതിന് പകരം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എ സി ഓൺ ചെയ്ത് വെക്കാം, ഇങ്ങോട്ടും പൈസ കിട്ടും. മനസ്സിലായില്ലല്ലേ? അതിനെപ്പറ്റി പറയാൻ വേണ്ടി പോവുകയാണ്. നമസ്കാരം, ശ്രീനി ആലക്കോടാണ്. ഇന്നൊരു വ്യത്യസ്ത വീഡിയോ ആയിട്ടാണ് വരുന്നത്. നമ്മുടെ നാട്ടിലെ ഇപ്പോൾ ഈ കറണ്ട് ചാർജൊക്കെ വളരെ കൂടുതലാണ്, അതുപോലെ തന്നെ ഗ്യാസ് കിട്ടാനില്ല. വീട്ടിലൊക്കെ ഇപ്പോൾ ഇൻഡക്ഷൻ കുക്കറൊക്കെ മേടിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു സോളാറിൻ്റെ സംവിധാനത്തെക്കുറിച്ച് അറിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോവുകയാണ്. നമ്മുടെ കണ്ണൂർ AKG ഹോസ്പിറ്റലിൻ്റെ സൈഡ് വഴിയുള്ള റോഡിൽ കൂടി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ റാന്തൽ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റ് കാണാം. ആ റെസ്റ്റോറൻറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു സോളാറിൻ്റെ ഷോപ്പുണ്ട്. നമുക്ക് അങ്ങോട്ട് പോയാലോ? അപ്പോൾ നമുക്ക് ഇറങ്ങാം. ഇവിടെയാണ് ഈ കാണുന്നതാണ് നമ്മുടെ പറഞ്ഞ സ്ഥാപനം. അങ്ങോട്ടേക്ക് പോവുകയാണ്. റോഡൊക്കെ ക്രോസ് ചെയ്ത് നേരെ അങ്ങോട്ടേക്ക് പോകാം. അപ്പോൾ നേരത്തെ പറഞ്ഞ ഓഫീസിലേക്ക് ഞാൻ കയറുകയാണ്. നല്ല മനോഹരമായ ഒരു ഓഫീസാണ്. കാണില്ലേ? ഹലോ. എന്തുണ്ട്? എൻ്റെ പേരെന്താ? ഹജിന അല്ലേ? അപ്പം ഞാനിപ്പോൾ ഇങ്ങനെ വരുമായിരുന്നു. അപ്പോൾ കണ്ടുവരുന്ന ഈ സമയത്ത് നമ്മൾ ഈ സോളാറൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വാർത്തകളൊക്കെ വരുന്നുണ്ട്. സോളാർ എല്ലാ സ്ഥലത്തും സോളാർ മയം തന്നെയാണ്. കാരണം ഇപ്പോൾ ഈ ഗ്യാസിൻ്റെ ഒക്കെ വില കൂടിയപ്പോൾ ആളുകളൊക്കെ സോളാറിലേക്ക് വരുന്നത്. ശരിക്കും അതിൻ്റെയൊക്കെ ഒരു ആവശ്യമുണ്ട് സാർ. ആക്ച്വലി എല്ലാവർക്കും ചെയ്യണമെന്ന് ആവശ്യം വരുന്നില്ല. നിലവിൽ പല സോളാറിൻ്റെ ഏജൻസീസ് ഫേക്കായ പല ന്യൂസും ഇറക്കുന്നുണ്ട്. അപ്പം നിലവിൽ 4 കാറ്റഗറീസിൽ പെടുന്ന ആൾക്കാർക്ക് മാത്രമേ സോളാറിൻ്റെ സാധ്യതകൾ ആവശ്യമുള്ളൂ. ഒന്നാമത്തത് 1000-1500 ബില്ല് വരുന്ന ഒരു ACയിലുള്ള ആൾക്കാർക്ക്, രണ്ടാമത് ഇലക്ട്രിക് വണ്ടി ഉള്ളവർക്ക്, മൂന്നാമത് ഇൻഡക്ഷൻ ഉപയോഗിക്കുന്നവർക്ക്, നാലാമത് ചെറുകിട വ്യവസായങ്ങൾ ഉള്ളവർ. നിലവിലിപ്പോൾ ഒരു AC ഉള്ളവർക്കൊക്കെ നോർമലി അധിക വീട്ടിലും AC ഒക്കെ ഉപയോഗിക്കാൻ വളരെയധികം പേടിയായിരിക്കും. കറണ്ട് ബില്ല് എന്തായാലും വർദ്ധിക്കും. അപ്പോൾ ഒരു AC ഉള്ളവർക്ക് രാവും പകലും കണ്ടിന്യൂ ആയിട്ട് ഉപയോഗിക്കാം ഒരു സോളാർ വെച്ച് കഴിഞ്ഞാൽ. പിന്നെ മറ്റൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഇലക്ട്രിക് വണ്ടികളാണല്ലോ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സാധാരണക്കാർ അതിലേക്ക് നീങ്ങുന്ന സമയത്ത് എന്തായാലും കറണ്ട് ബില്ല് വർദ്ധിക്കും. അപ്പോൾ ഇലക്ട്രിക് വണ്ടി ഉള്ളവർക്ക് നിർബന്ധമായി ഒരു സോളാർ വെക്കുകയാണെങ്കിൽ അവർക്ക് കറണ്ട് ബില്ലെന്നൊരു ആശങ്ക വരുന്നില്ല. മൂന്നാമത്തെ കാര്യം നമുക്കറിയാം, ഇപ്പോൾ നിലവിലെ ഒരു സാഹചര്യ അടിസ്ഥാനത്തിൽ ഗ്യാസിനൊക്കെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരു സമയമാണ്. അപ്പം നോർമൽ അധിക വീട്ടിൽ ഇൻഡക്ഷൻ ഉപയോഗിക്കാൻ പേടിയാണ്. പക്ഷേ സോളാർ വെച്ചിട്ട് നമ്മളൊരു ഇൻഡക്ഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ കറണ്ട് ബില്ലെന്നൊരു ആശങ്ക വരുന്നില്ല. അവിടെ നമുക്ക് ഒരു സിലിണ്ടർ നമുക്ക് ഒരു 6 മാസം വരെ എത്തിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ ഇവർ പറഞ്ഞത് കേട്ടല്ലോ. സാധാരണഗതിയിൽ നമ്മളൊക്കെ പേടിച്ചിട്ടാണ് ഇൻഡക്ഷൻ കുക്കർ ആയാലും എ സി ഒക്കെ ഓൺ ചെയ്യുക. എ സി ഒക്കെ മേടിച്ച് വെക്കും, വലിയ പൈസ കൊടുത്തിട്ട് എ സി മേടിക്കും, ബെഡ്റൂമിൽ സ്റ്റോയ്ക്ക് വെക്കും. വെച്ച് കഴിഞ്ഞാൽ രാത്രിയിൽ 1 മണിക്കൂർ 1.5 മണിക്കൂർ കഴിയുമ്പോൾ അതോഫാക്കി എന്ന് പറയില്ലേ, പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ പറയുന്നതിന് പകരം അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് എ സി ഓൺ ചെയ്ത് വെക്കാം, ഇങ്ങോട്ടും പൈസ കിട്ടും. മനസ്സിലായില്ലല്ലേ? അതിനെപ്പറ്റി പറയാൻ വേണ്ടി പോവുകയാണ്. ഇങ്ങോട്ടേക്ക് വരിക. ഹലോ. ഹായ്. എന്താ പേരെന്താ? ഷോണിമ. ഓക്കെ. അതെ, ഞാനിപ്പോ ഇതിനെപ്പറ്റി സോളാറിന്റെ ഒക്കെ ഇങ്ങനെ കേട്ടിട്ട് ഇങ്ങനെ വന്നാണ്. അപ്പൊ ഞാൻ ആദ്യം നിങ്ങളുടെ ഫ്രണ്ട് ഓഫീസിന്റെ കാര്യങ്ങളൊക്കെ കുറച്ച് അറിഞ്ഞു. അപ്പൊ നമുക്ക് ഇതൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിന് വാറണ്ടി ഒക്കെ ഉണ്ടാവും. സാധാരണ ഒരുപാട് കമ്പനികൾ ഇത്തരത്തിൽ രംഗത്ത് വരുന്നുണ്ട്. ഡെഫിനറ്റ്ലി എല്ലാ പ്രൊഡക്ട്സ് പോലെ സോളാറിനും 30 years വാറണ്ടിയാണ് ഉള്ളത്. 30 years വാറണ്ടി. സാധാരണ പിന്നെ 6 മാസം അല്ലെങ്കിൽ 1 വർഷം 2 വർഷം എന്നൊക്കെ ആയിരുന്നു. 30 വർഷമുണ്ട്. ഓക്കെ, ഇത്രയും വലിയൊരു പ്രൈസിന്റെ ഇതാണല്ലോ നിങ്ങൾ വെക്കുന്നത്. അപ്പൊ അതിന്റെ ക്വാളിറ്റി എന്തായാലും ഉണ്ടാവും. അപ്പൊ ഇത്തരത്തിലൊരു സാധനമൊക്കെ നമ്മൾ ഫിറ്റ് ചെയ്യണമെങ്കിൽ വലിയ ഇൻവെസ്റ്റ്മെന്റ് വേണ്ടി വരുമല്ലോ. തീർച്ചയായും. അപ്പൊ അത് എത്രയാണ്? സബ്സിഡി കാര്യങ്ങളൊക്കെ ഉണ്ടോ? സബ്സിഡി കാര്യങ്ങളൊക്കെ ഉണ്ട്. സബ്സിഡി വരുന്നത് 78,000 ആണ് സബ്സിഡി വരുന്നത്. പിന്നെ നമ്മുടെ പ്രോഡക്റ്റിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 1,20,000 to 1,50,000 മാത്രമേ വരത്തുള്ളൂ. 1.5 ലക്ഷത്തിൽ ഒതുങ്ങുന്ന സബ്സിഡി കഴിഞ്ഞിട്ട്. പിന്നെ അത് തന്നെ ഇപ്പം സാറിന്റെ കയ്യിൽ ക്യാഷ് ഇല്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ EMI ആയിട്ടും ചെയ്യാം. മൊബൈൽ ലോൺ എടുത്ത് മേടിക്കുന്നത് പോലെ മൊബൈലൊക്കെ ലോൺ എടുക്കുന്ന സമയത്ത് നല്ലൊരു ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും. ഏറ്റവും കുറഞ്ഞ ഇൻട്രസ്റ്റ് വരുന്നത് കാർഷിക ലോണാണ്. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഞങ്ങളുടെ സോളാർ ലോണാണ്. വളരെ കുറവാണ്. 5.7% മാത്രമേ ഇൻട്രസ്റ്റ് വരത്തുള്ളൂ. അടക്കുന്ന അത്രയും തുക വേണ്ട. ഒരു 3,000 ഒക്കെ ബില്ല് വരുന്ന ഒരാൾ സോളാർ പ്ലാന്റ് വെക്കുന്നതാണെങ്കിൽ അവര് EMI മന്ത്ലി വരും ഒരു 1,400 സംതിങ് ആണ് വരും. അത്രേ വരത്തുള്ളൂ മന്ത്ലി. 1,400 വരുള്ളൂ ഒരു മാസം. അതെ, അത് തന്നെ ഡിമിനിഷിംഗും ആണ്. സാറിന് ഒരു പൈസ ഉണ്ടാകുന്ന സമയത്ത് ഒരുമിച്ച് അടക്കണം എന്നുണ്ടെങ്കിൽ ചെയ്യും. ടെനറൊക്കെ ചേഞ്ച് ചെയ്യുന്നത് കസ്റ്റമൈസ് ചെയ്തിട്ട് ചെയ്യാം. അത് വലിയ ഒരു ഗുണകരമായ സംഭവം തന്നെയാണ്. പക്ഷെ ഇത് എല്ലാവർക്കും ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഉണ്ടാവില്ല. സോളാർ വെക്കും എന്ന് മാത്രമേ ഉള്ളൂ. അതിനകത്ത് വേറെ അങ്ങനെ ഒരു ഐഡിയ അവർക്ക് ഉണ്ടാവില്ല. ഇങ്ങനെ EMI ഒക്കെ ആയിട്ട് മേടിക്കാൻ പറ്റുന്ന ഒരു ഐഡിയ ആർക്കും ഉണ്ടാവില്ല. EMI എന്നൊക്കെ കേൾക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ ഇൻട്രസ്റ്റ് റേറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും ആദ്യം അങ്ങനെ വരിക. അത് പിന്നെ ഒരു സാധനം കൊണ്ട് മേടിച്ച് ഏതെങ്കിലും കമ്പനിയുടെ പ്രൈവറ്റ് കമ്പനിയുടെ എടുത്തു കഴിഞ്ഞാൽ വലിയ ഇൻട്രസ്റ്റ് ആയിരിക്കും. അപ്പൊ ആളുകൾ അതിനകത്ത് പിന്മാറും. ഇതുപോലെ ഒരു ധാരണ എല്ലാവർക്കും സോളാറിലുണ്ടാവും. പക്ഷെ സോളാർ ഈ കാർഷിക മേഖലയിൽ അതിന്റെ തൊട്ടടുത്താണ് അല്ലെ? കാർഷിക ലോണിന്റെ പോലെ
കാർഷിക ലോൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കുറവ് ഇൻട്രസ്റ്റ് വരുന്നത് സോളാർ ലോൺ ആണ്. അപ്പൊ ഇതിന്റെ ഈ പിന്നെ എന്തൊക്കെയാണ് വർക്ക് ചെയ്യേണ്ടത്? അതിന്റെ സെക്ഷൻ പറയുന്നുണ്ടോ? ഡോക്യുമെന്റേഷൻ സെക്ഷനിൽ ഞങ്ങൾ ഇവിടുന്ന് എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. അതിനുവേണ്ടി കസ്റ്റമർ ബുദ്ധിമുട്ടണമെന്നില്ല. ടീമുണ്ട്. അപ്പോൾ അവർക്കാണ് ഡോക്യുമെന്റേഷനും കാര്യങ്ങളും ഒക്കെ അവർ പറഞ്ഞുതരും. ഇതിന്റെ ഡോക്യുമെന്റേഷന്റെ ഒരു ഓഫീസ് അപ്പുറത്താണ്. നമുക്ക് ആ റൂമിലേക്ക് പോകാം. അതിന്റെ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞുതരും. ഹലോ, ഹായ്, ഗുഡ് മോർണിംഗ്. എന്താ പേരെന്താ? നസീല. അപ്പോൾ സോളാറിനെ കുറിച്ചൊക്കെ കേട്ടു, സോളാറിന്റെ കുറെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. അപ്പോൾ ഞാൻ ശരിക്കും ഒരു ബോധവൽക്കരണമായിട്ട് ഇങ്ങനെ നാട്ടുകാർക്ക് ഒരു ബോധവൽക്കരണം കൊടുക്കാനും വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ ഇതിന് ഈ എന്താണ് നമ്മൾ PMA ഒക്കെ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്ത് എടുക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ ഡോക്യുമെന്റേഷനായിട്ട് സാർ നമുക്കിപ്പോൾ ഒരു സോളാർ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ട ഡോക്യുമെന്റ്സ് എന്താണെന്ന് വെച്ചാൽ കസ്റ്റമർ ആധാർ കാർഡ് വേണം, അവര് ബാങ്ക് പാസ്ബുക്ക് വേണം, KCB ഡീറ്റെയിൽസ് വേണം. ഇത് 3 ഡീറ്റെയിൽസും പ്രോപ്പർ ആണെങ്കിൽ കറക്റ്റ് ആണെങ്കിൽ നമുക്ക് MNRൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അപ്പം അത് കഴിഞ്ഞിട്ടാണ് ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും. നമ്മളിപ്പോൾ 2 രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ക്യാഷിലും ചെയ്യാൻ പറ്റും, ലോണിലും ചെയ്യാൻ പറ്റും. ഈ EMI സംവിധാനത്തിൽ പോകുമ്പോൾ അവർക്ക് പിന്നെ സിവിൽ സ്കോർ ഉണ്ടായാൽ മതി അല്ലേ? സിവിൽ സ്കോർ, ഡിസ്കൗണ്ട് ഇഷ്യൂ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ കിട്ടാതെ വരുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും ഓക്കെ ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇതൊക്കെ നമ്മൾ കേട്ടു. ഇനി കണ്ടറിയുമ്പോഴാണ് അതിൻ്റെ ഒരു എനർജി കൂടുതലുണ്ടാകുക അല്ലേ? അപ്പോൾ നമ്മൾ കാണാൻ വേണ്ടി പോവുകയാണ്. സാധാരണ ഇതിൽ സോളാർ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മുകളിൽ നിന്ന് കണ്ടു സംഭവം. അപ്പോൾ ഈ നേരത്തെ ഇത് വെക്കുന്നതിന് മുമ്പ് വലിയ കറണ്ട് ചാർജ് ആകുമായിരുന്നു, അങ്ങനെയാ? മന്ത്ലി നമുക്ക് കൊമേഴ്ഷ്യലിലായതുകൊണ്ട് മന്ത്ലി ആണ് വരുന്നത്. അപ്പൊ അതിന്റെ തന്നെ 20-22,000 രൂപ മില്ലിന് തന്നെ ആവാറുണ്ട്. മില്ലിന് തന്നെ 22,000 രൂപ വരും. അപ്പൊ ഇപ്പൊ 10 kV സ്ഥാപിച്ചതിന് ശേഷം വലിയൊരു വ്യത്യാസം തന്നെയുണ്ട്. കറണ്ട് ചാർജ് 20,000 രൂപ ഒരു മാസം വരുന്നു പറഞ്ഞു. അതെ, ബില്ലിന്റെ ആകുമ്പോൾ ഓരോ മാസം ബില്ല് വരും അല്ലേ? അതെ അതെ. അപ്പൊ അത് ഇപ്പം കൊമേഴ്ഷ്യലിലാണെങ്കിൽ ഓരോ മാസം വരും. അപ്പൊ ഈ സോളാർ ഫിറ്റ് ചെയ്തതിനു ശേഷം ഈ പൈസ അടക്കേണ്ടി വരുന്നുണ്ടോ? ഇല്ല, വളരെ കുറവാണ്. ഇപ്പം കുറവെന്നല്ല, 250 രൂപയാണ് ഞാൻ ഇപ്പൊ അടക്കാറ്. വെറും മീറ്ററിന്റെ പൈസ. അതല്ലേ കാര്യം അല്ലേ? 20,000 ബില്ല് വന്ന സ്ഥലത്ത് 250 രൂപ ഭയങ്കര ആശ്വാസമാണ്. അപ്പൊ ഇപ്പം ഇനി ഇപ്പൊ 3 വർഷമായി വെച്ചിട്ട്. അതെ, 3 വർഷം എന്ന് പറയുന്നത് 36 മാസം 20,000 വെച്ചിട്ട് 7,20,000 രൂപ വരും അല്ലേ? അപ്പൊ ആ സ്ഥലത്ത് 36,250 വെച്ച് എത്ര കണക്ക് കൂട്ടി കഴിഞ്ഞാൽ ഏതാണ്ട് 7,200 വരുള്ളൂ. ഏതാണ്ട് കണക്ക് കൂട്ടിയപ്പോൾ അപ്പൊ 7,20,000 നേരെ 7,200 രൂപയാണ് 3 വർഷം എടുക്കേണ്ടത്. അപ്പൊ എത്ര വർഷം ഇതിന് വാറണ്ടി ഉണ്ടെന്ന് പറഞ്ഞാൽ 30 വർഷമാണ് ഇവർ പറയുന്നത്. അപ്പൊ സംഗതി പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനിയും കിടക്കുകയാണ് 27 വർഷം. അപ്പം ഈ 3 വർഷം കൊണ്ട് ഇവർ ഏതാണ്ട് 5 ലക്ഷം രൂപയൊക്കെ ആയിട്ടുണ്ട് മുടക്കിയിട്ടുണ്ടാവുള്ളൂ. ടോട്ടല് 5-6 ഈ 6 നിങ്ങൾ മുടക്കിയിട്ടുള്ളൂ. 7,20,000 രൂപയുടെ ലാഭം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ എന്നാലും ഇനി 27 വർഷം കിടക്കാണെന്ന് ഓർക്കണം. അപ്പോൾ ഇത് മഹാലാഭം തന്നെയാണ്, ഒരു സംശയം അക്കാര്യത്തിൽ. അപ്പൊ നമ്മുടെ പ്രേക്ഷകർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത്തരത്തിലുള്ള സാധനങ്ങൾ നമ്മുടെ റൂഫിന്റെ മുകളിൽ ഫിറ്റ് ചെയ്താൽ 2 കാര്യമുണ്ട്. ഒന്ന്, തണൽ കിട്ടും. മാത്രമല്ല നമ്മുടെ വീട്ടിലേക്കുള്ള മുഴുവൻ വൈദ്യുതിയും ഉപയോഗിക്കാം. ഈ വീട്ടിലേക്കുള്ള മുഴുവൻ വൈദ്യുതി ഉപയോഗിക്കുന്നതിനാണ് സബ്സിഡി കൊടുക്കുന്നത്. അതിനപ്പുറത്ത് നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് നമ്മുടെ വ്യാപാര സ്ഥാപനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടത്തേക്കും ഇത് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. അപ്പോൾ അത് ഇല്ലീഗലല്ല, ലീഗൽ തന്നെയാണ്. അപ്പോൾ നമുക്കേവർക്കും ഉപകാരപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുകയാണ്. ഇത്രയും സമയം ഞങ്ങളോടൊപ്പം സഞ്ചരിച്ച മാന്യപ്രേക്ഷകർക്ക് നന്ദി. ഇത് സമൂഹത്തിന് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഷെയർ ചെയ്യുമെന്നുള്ള വിശ്വാസത്തോടുകൂടി എല്ലാവർക്കും നന്മകൾ തന്നുകൊണ്ട് മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.